നമസ്കാരം. നമസ്കാരം. ഒരു വലിയ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിഘോഷിക്കൽ ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. അടുത്ത ആഴ്ച സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിക്കും. കോൺഗ്രസ് ആയിരിക്കും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാര്യം നാളെ ഇതുവരെ കോൺഗ്രസ് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ ആദ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ സ്ട്രാറ്റജിയിൽ വിരളി പിടിച്ചിരിക്കുകയാണ്. ആർക്ക്? CPM അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ എന്ന ദേശീയ നേതാവ് കോൺഗ്രസിൻ്റെ, അദ്ദേഹത്തിന് ബോധപൂർവം എന്നുവെച്ചാൽ CPM ഒരു അടവ് നയമുണ്ട്, ഒരു തന്ത്രം, ഒരു വല്ലാത്ത ചീപ്പ് രാഷ്ട്രീയ തന്ത്രമുണ്ട്. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള, പിന്നെ സ്വർണം പോറ്റിയെ കയറ്റിയെ, സ്വർണം കെട്ടത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. നോട്ട് ദ പോയിന്റ്. സഖാക്കളാണ് അയ്യപ്പ. ആർക്ക് കൊണ്ട്? സഖാക്കൾക്ക് കൊണ്ട്. പാട്ട് നിർത്താൻ പറഞ്ഞ് നാണം കെട്ട് നിർത്തി. എൻ്റെ ചോദ്യം, 2001 മുതൽ ആൻ്റണി സർക്കാരിൻ്റെ കാലത്താണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. 2006 ഈ പോറ്റി അവിടെ കയറി എന്ന് പറയുന്നത്. അപ്പോൾ ആരാണിത്? KC വേണുഗോപാലിന് ഇതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കാലം ഇതെന്തിങ്ങനെ ഏറുന്ന് ഉണ്ടാക്കി? എന്ത് തോന്നിയിരിക്കേ? അല്ല, എനിക്ക് ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. നിങ്ങൾ തന്നെ പ്രസന്റ് ചെയ്തു വളരെ നന്നായിട്ട്. പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഞാൻ പറഞ്ഞത്, നിങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടാണല്ലോ നിൽക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ചില ചാനലുകളെ പോലെ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നില്ലല്ലോ. പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിന്ന് നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യം എന്നോട് ചോദിച്ചു. അല്ല, സോഷ്യൽ മീഡിയ അങ്ങനെ ആകാനേ സാധ്യത, അങ്ങനെ ആകുന്നതാണ് നല്ലത്. അതെ. അപ്പൊ ഞാൻ ചോദ്യത്തിലോട്ട് വരാം. KC വേണുഗോപാലിനെ ഇവർ വേട്ടയാടാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നും അല്ല. തീർച്ചയായിട്ടും അല്ലേ? അല്ല. ഈ രാഹുൽ ഗാന്ധിയെ മോദിയും കൂട്ടരും എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് KC വേണുഗോപാലിനെ പലപ്പോഴായി ക്രൂരമായി വേട്ടയാടാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിലൊന്നും പുള്ളി തകർന്നു പോയില്ലല്ലോ. പുള്ളി തീയിൽ കുരുത്തതാണ്. കണ്ണൂരുകാരനാണ്. വെയിലത്ത് വാടില്ല. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം, ഞാൻ KSUവിൻ്റെ ദേശീയ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു AICC ജനറൽ സെക്രട്ടറി, രാജ്യസഭ മെമ്പറായിരുന്ന ഒരു വ്യക്തിയെ തെരുവിൽ 2 കൈയും 2 കാലും തൂക്കി പോലീസുകാർ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും പറഞ്ഞ് പേടിക്കേണ്ട. പക്ഷേ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. സഖാവ് MA ബേബി പാർട്ടിയുടെ സെക്രട്ടറി ആയല്ലോ, അത് ജനറൽ സെക്രട്ടറി ആയി. അത് ഒരു റബ്ബർ സ്റ്റാമ്പ് പോസ്റ്റ് ആണെന്ന് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായി. അതെ. അപ്പോൾ അദ്ദേഹം ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയപ്പോൾ മനസ്സുകൊണ്ട് മലയാളി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളതിനെ സ്വാഗതം ചെയ്തു, പാർട്ടി സ്വാഗതം ചെയ്തു. അതേസമയം ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാൽ കേരളത്തിൽ നിന്ന് ആദ്യത്തെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി. AK ആന്റണിക്ക് ശേഷം വളരെ നന്നായി സംഘടനയിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ഈച്ച അനങ്ങത്തില്ല. അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിൻ്റെ കരസ്പർശമില്ലാതെ, അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ കേരളം തൊട്ട് കാശ്മീർ വരെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്തായിരിക്കണം എന്ന് തെളിയിച്ച ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ. അപ്പോൾ അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയപ്പോൾ ഈ കേരളത്തിലെ സഖാക്കളും ചില പെയ്ഡ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ചില നുഴഞ്ഞുകയറ്റക്കാരും ഒക്കെ കൂടെ അദ്ദേഹത്തെ വലിച്ചു കീറാൻ നോക്കി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ തോൽവികൾ ഉണ്ടാകുമ്പോൾ KC വേണുഗോപാലിനെ കുറ്റം പറയുക, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിനെ വളരെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക. താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഈ സ്വർണ്ണക്കൊള്ള ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലയളവിലാണോ ഇത് നടന്നത്, അല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരാൾ ഒരു ഈ പോറ്റി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം LDF ഗവൺമെൻറ് അതിന് ചെയ്യാനുള്ള പ്രോത്സാഹനം കൊടുത്തപ്പോൾ അയാൾ അത് ചെയ്തു. അല്ലെങ്കിൽ കണ്ണടച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അതിനുള്ള പ്രോത്സാഹനം കൊടുത്തു. നിങ്ങൾ ചെയ്തോ? അല്ല, ഒരു കാര്യം, ഇവർ ഭയങ്കര ബുദ്ധിജീവികളാണല്ലോ. ഇവർ തട്ടിപ്പുകാരെയൊക്കെ കയറ്റുമ്പോൾ ഇവർക്ക് എന്താ ഇവരുടെ ബുദ്ധിയോടെ പോയിരുന്നു? നമ്മളെക്കാളും ഈ സാധാരണക്കാരെക്കാളും ഭയങ്കര ബുദ്ധിയുള്ളവരാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ സംശയം, ഈ പറയുന്ന പോലെ SIT എന്ന് പറയുന്ന ഒരു അന്വേഷണ സംഘം നമ്മളെ ആദ്യം കണ്ണിപ്പൊടിയിടുകയായിരുന്നു. ആദ്യം മുരാരി ബാബുവിനെ പൊക്കി, പോറ്റിയെ പൊക്കി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതാ എല്ലാവരെയും എങ്ങനെ കൃത്യമായി പൊക്കുകയാണെന്ന്. അപ്പോഴും ഈ പറയുന്ന പോലെ രാഷ്ട്രീയ ലാക്ക്, അല്ലേ? ഈ പറയുന്ന ഒരു പഴഞ്ചൊല്ല് പറയും, ദുഷ്ടലാക്ക്, അല്ലേ? ക്ഷീരമുള്ളവരകരിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എൻ്റെ ഒരു സംശയം കൂടി ഞാൻ ചോദിച്ചു പോവാം. താങ്കൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട സീതാറാം യെച്ചൂരിക്ക് ശേഷം ഇപ്പോൾ ഇദ്ദേഹമാണ് വന്നിരിക്കുന്നത്.
എന്തിന് ഇത്ര ഒരു കോൺഗ്രസ് വിരോധം CPM വെച്ച് പുലർത്തണം? BJP പറഞ്ഞോട്ടെ, BJP പറയുന്നു പിന്നെ കോൺഗ്രസ് മുക്ത ഭാരതം. ഇപ്പോൾ എനിക്ക് അല്പം മുമ്പ് പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് മൂന്നാമതൊരു ടൈം ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ലോകസഭയിൽ കാണുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പെർഫോമൻസ് അത്ര കാര്യം കഴിഞ്ഞ 2 ടൈമിൽ അദ്ദേഹത്തിന് ഇത്ര കണ്ട് അദ്ദേഹം ആയിരുന്നില്ല, പ്രതിപക്ഷ നേതാവായിരുന്നില്ല. അതിൻ്റെ ഒരു ഈർഷ്യത അദ്ദേഹം കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള, ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിൽ പൊങ്ങി അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ദേശീയ ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുമ്പോൾ SIT എന്ന് പറയുന്ന ഒരു അന്വേഷണ സംഘത്തെ വെച്ച് നമ്മളെ കണ്ണിപ്പൊടിയുടെ അവർ ശ്രമിക്കുകയായിരുന്നില്ലേ? എന്ത് തോന്നുന്നു? ഞാൻ ചോദിക്കട്ടെ, ഈ അന്വേഷണ ഏജൻസികളൊക്കെ ഒരു കൂട്ടിലടച്ച തത്തയെ പോലെയല്ലേ? വളരെ കറക്റ്റാണ്. അല്ല, ഇത് ഹൈക്കോടതി ഇടപെടലായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പറയാതെ പോലീസ് ഒരു ഇല അനങ്ങും. ഇപ്പൊ ഭരിക്കുന്ന ആരാ? ശശിയാ. അതെ, പറഞ്ഞോളൂ. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടിലെ തത്തകളെ കൊണ്ടൊന്നും നമ്മളെ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം, KC വേണുഗോപാലിനോട് ഇവർക്ക് എന്താണ് ഈ പറയുന്ന ഇത്ര ഈർഷ്യത? ഞാൻ നേരത്തെ ഇത് പല പ്രാവശ്യം പല വേദികളിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ആശയം ആരാണ് ഉയർത്തിപ്പിടിക്കുന്നത്? അമിത്ഷാ അല്ലേ? BJP ആണല്ലോ ഇത് ഏറ്റെടുക്കുന്നത്. അത് നമുക്ക് മാറ്റി നിർത്താം. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. തീർച്ചയായിട്ടും ഈ NDAയുടെ ഭാഗമല്ലാത്ത ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ബുദ്ധിമുട്ടില്ലാതെ പോകുന്നതായിട്ട് താങ്കൾ എത്രയോ വർഷമായി ഈ രംഗത്തുള്ള ആളാണ്. നമ്മളൊക്കെ നിരീക്ഷിക്കുന്ന വിദ്യാർത്ഥിയാണ്, രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ് അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയില് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹം പലപ്പോഴായി മോദിയെ സ്തുതിക്കുകയും മോദിയോട് പലപ്പോഴായി ചേർന്ന് നിൽക്കാനും ശ്രമിച്ച ഒരു നേതാവാണ്. അദ്ദേഹത്തെ പോലും പിടിച്ചകത്തിട്ടില്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പൊക്കി അകത്തിട്ടു. അദ്ദേഹം ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് സഞ്ചരിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടു അല്ലേ? അപ്പോ ഡീവിയേറ്റ് ചെയ്യാതെ കുനിഞ്ഞ് നമസ്കരിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യും? അവരൊന്നും ചെയ്യത്തില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, സാറിന്റെ കസേരയിൽ ഇരുന്ന് ചോദ്യം, എനിക്കിഷ്ടമുള്ള ചോദ്യം സാറ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് സാർ അവിടെ ഇരിക്കുന്നതല്ലേ എനിക്കിഷ്ടം. തീർച്ചയായിട്ടും. നരേന്ദ്രമോദിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം അതിനെക്കാട്ടിയും നന്നായി ഭംഗിയായി ചെയ്തിട്ട് ആ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ മാറ്റാൻ ഇവർ ആഗ്രഹിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ BJP CPM അന്തർധാരയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഈ പറയുന്ന സീതാറാം യെച്ചൂരിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള പ്രകാശ് കാരാട്ട് മുതലാണ് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയോട് ഇത്രയും അന്ധമായ വിരോധം ഉണ്ടാകുന്നത്. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം നമ്മൾ മനസ്സിലാക്കണം. അതെ, CPM മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം BJP എന്ന് പറയുന്ന പാർട്ടി അത്ര കണ്ട് വളർന്നിരിക്കുകയാണ്. ഈ കേരളത്തിൽ കൂടി ഇനി അവർ വന്നു കഴിഞ്ഞുള്ള ഒരു സ്ഥിതിയെക്കുറിച്ച് എന്തുകൊണ്ട് CPM ചിന്തിക്കുന്നില്ല? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ തനിക്ക് ശേഷം പ്രളയം എന്ന് ചിന്തിക്കുന്ന ഒരു നേതാവിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. ശരിക്കും നിങ്ങൾക്ക് ചെറുപ്പക്കാരാണ്, നിങ്ങളൊക്കെ താരതമ്യേന വളരെ യങ്സ്റ്റേഴ്സാണ്. ഇനിയുള്ള ലോകം എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സിനുള്ള ലോകമാണ്. നമ്മൾ അത് ചിന്തിക്കണം. ഈ പറയുന്ന താങ്കൾ പറഞ്ഞ പോലെ ഇവരെ ചിന്തിക്കുന്ന അതാണ്. പറഞ്ഞോളൂ. ഞാൻ ചോദിക്കട്ടെ, VS അച്യുതാനന്ദനെ പോലെ ഒരു നേതാവിന് ശേഷം വന്ന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ പലപ്പോഴും വളരെ വലിയ പരുഷമായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നും അദ്ദേഹത്തിൻ്റെ ഒരു എത്തിക്സിന് യോജിക്കാത്ത ഒരു കാര്യം ചെയ്തതായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ മറുവശത്ത് നിന്നുകൊണ്ട് തന്നെ ഞാനിത് പറയുകയാണ്. പക്ഷേ പിണറായി വിജയൻ്റെ വഴികളൊന്ന് ആലോചിച്ച് നോക്കൂ. രാഷ്ട്രീയത്തിൽ എന്ത് കള്ളക്കളി കാണിക്കാനും രാഷ്ട്രീയത്തിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി എത്തിക്സിനെ പലപ്പോഴായി മറക്കുകയും ചെയ്യുന്ന ഒരു. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഇപ്പോൾ VSൻ്റെ കാര്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട KC ജയിക്കുന്ന എവിടെ നിന്നാണ്? ആലപ്പുഴയിൽ നിന്നാണ്. അപ്പോൾ അതൊരു കുരുപൊട്ടലിൻ്റെ കാരണമല്ലേ? ആരുടെ? CPMൻ്റെ. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പുന്നപ്പുറ വയലാർ എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? ആലപ്പുഴ. അവിടെ ഒരു കണ്ണൂരുകാരൻ ജയിക്കുക എന്ന് പറയുമ്പോൾ KCയുടെ മികവല്ലേ? അതെ, സിറ്റിംഗ് സീറ്റിലാണല്ലോ. എത്ര തവണയാണ് അദ്ദേഹം ജയിക്കുന്നത്? പറഞ്ഞോളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ പറയുന്ന എത്തിക്സ് എന്ന് പറയുന്നത് പിണറായി വിജയൻ ഇല്ല അല്ലേ? എത്തിക്സ് ഇങ്ങനെ താണു തൊഴിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടിയാണോ? അതെ, മകൾക്ക് വേണ്ടി എത്രയോ പ്രാവശ്യം അത് പ്രൂവ് ചെയ്തു. അത് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അദ്ദേഹം കാണിച്ച പരിപാടി കണ്ടില്ലേ? PM ശ്രീ പദ്ധതിയിൽ അദ്ദേഹം കാണിച്ചത്. എൻ്റെ ഒരു സംശയം, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളായിരിക്കും? അത് ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ
നാളെ ആയിരുന്നാലും ചിലപ്പോൾ എനിക്ക് ഇവിടെ മലവെള്ളം പോലെ മഴവെള്ളം പോലെ ആയിരിക്കും. മലവെള്ളത്തിന്റെ പാച്ചിൽ വല്ലാത്ത പാച്ചിൽ. അപ്പൊ അതുകൊണ്ട് ആ പാച്ചിൽ അത് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് എന്നാലും ഞാൻ 1-2 കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സപ്ലൈകോയുടെ അവസ്ഥ, തീർച്ചയായിട്ടും. ഒന്ന് സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന തട്ടിപ്പ്, തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, ബ്രെയിൻ ഡ്രെയിൻ അല്ലേ നടക്കുന്നത് നമ്മുടെ രാജ്യത്ത്? തീർച്ചയായിട്ടും. സാറിന്റെ മക്കളുടെ പ്രായമുള്ള എത്ര വ്യക്തികൾ, എത്ര യുവാക്കൾ ഇന്ന് ഇന്ത്യയിൽ നിൽക്കാൻ, കേരളത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു? കേരളത്തിലല്ലേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശത്തോട്ട് കുട്ടികൾക്ക് മടുത്തു. ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഗൾഫ് കൺട്രീസിൽ പോകും. ഗൾഫ് കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ അവർ ഓണത്തിനും ക്രിസ്മസിനും അല്ലെങ്കിൽ ഈദിനും ഒക്കെ നാട്ടിൽ വരാൻ നോക്കും. അല്ല, എറിക്കിന്റെ പ്രായമുള്ള ചെറുപ്പക്കാരില്ല. എങ്ങനെ നിൽക്കും? അവർ കാനഡയിലും അവർക്ക് ജോലി, തൊഴിലെന്ന് അവരുടെ കാര്യം നോക്കി അവർക്ക് പോവാണ്. ഇവിടുത്തെ അളിഞ്ഞ രാഷ്ട്രീയത്തോർക്ക് താല്പര്യമില്ല. അവർ ഓസ്ട്രേലിയ പോയി കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ ഐ എം ബെറ്റർ പെയ്ഡ്, ഐ എം ഗെറ്റിംഗ് ലോട്ട് ഓഫ് ഫെസിലിറ്റീസ്, ഞാൻ എന്തിനീ നാട്ടിൽ വരണം? സ്വന്തം നാടിനെ വെറുക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ടെന്നറിയോ? 10 വർഷമായിട്ട് ഈ നാട് എന്ത് പുരോഗതിയാണ് ശ്രമിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു ഹൈവേ വരുന്നു. ഈ ഹൈവേ NH-ന്റെ ഹൈവേ ആണ്. ഇതല്ലാതെ അതുപോലും അവർക്ക് നേരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ ചോദ്യം ചെയ്ത നേതാവാണ് KC വേണുഗോപാൽ, അല്ലേ? തീർച്ചയായിട്ടും. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. മൻമോഹൻ മന്ത്രിക്ക് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായും. ദേശീയപാതയുടെ ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് KCയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇവർക്ക് അവരുടെ അഴിമതി നടത്താനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ തെറ്റിക്കുന്നതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കേരളത്തിന്റെ PW മിനിസ്റ്റർ അദ്ദേഹം എന്താ ചെയ്ത്? റീൽസ് മന്ത്രി ഉടനെ KC വേണുഗോപാൽ ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് അവിടെ അവരുണ്ടാക്കിയതെല്ലാം ഇടിഞ്ഞു പൊളി. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. ഒരു സിവിൽ എഞ്ചിനീയറിന് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. എത്രയോ എഞ്ചിനീയർമാരുണ്ട് കേരളത്തിൽ. ഇങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കുന്നു. മലപ്പുറത്തല്ലേ പാലം തീർന്നു? പിന്നെ അപ്പോഴത്തേക്ക് അതിനുശേഷം റീൽസ് ഒന്നും വന്നില്ല. അതിനുശേഷം വേറെ പല റീൽസും വരും പുള്ളിയുടെ. അപ്പൊ അന്ന് ഈ താറുന്നതിന് മുമ്പേ അമ്മാവനും മരുമോനും കൂടെ എടുത്തില്ലായിരുന്നു? അതിനുശേഷം തള്ളി പറയാൻ തുടങ്ങി. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. അതിനു മുമ്പ് എന്താ പറയുന്നത്? ഇത് ഞങ്ങളാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ മമ്മൂഞ്ഞായിരുന്നു. അതെ, എട്ടുകാലി മമ്മൂഞ്ഞ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഇപ്പൊ പറയാനാണെങ്കിൽ പിന്നെ പെരുമഴ പോലെയോ മലവെള്ളപ്പാച്ചിൽ പോലെയോ നിരവധി കാര്യങ്ങൾ ഇവർക്കെതിരെ പറയാനുണ്ട്. അപ്പോൾ എൻ്റെ സംശയം, ഈ പറയുന്ന രീതിയിൽ എന്തിന് KCയെ തന്നെ ഇവർ ടാർഗറ്റ് ചെയ്യണം? അത് ഒരു ചോദ്യം. രണ്ടത്, ഈ പാർട്ടിക്കകത്ത് തല്ലുണ്ടാക്കാനുള്ള ഒരു ക്രൂക്കഡ് ബുദ്ധി അല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? ഇന്ന് നാളിത് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചു. ഇനി വരുന്ന 2ാമത്തെ ആഴ്ച ഒരു ഏറ്റവും കുറഞ്ഞത് ഏറ്റവും നല്ല ഫിൽട്ടർ ചെയ്ത കാൻഡിഡേറ്റ്സുമായി VD സതീശൻ മാധ്യമങ്ങളെ കാണും. കുരു പൊട്ടുന്നത് ആർക്ക്? CPM-ന് അല്ലേ? പിണറായി ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എനിക്കിനി ഈ പറയുന്ന രീതിയിൽ രാജകീയമായി ജീവിക്കാം, അല്ലേ? CPM എന്ന് പറയുന്ന പാർട്ടി ഇനി ഭരിക്കണ്ട എന്ന് ഇന്നലെ സച്ചിദാനന്ദൻ പറഞ്ഞു, അല്ലേ? അതെ, സച്ചിദാനന്ദൻ അതൊരു ഇടത് ചിന്തകനാണ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് സംസാരം അവസാനിപ്പിക്കാൻ പോകും. നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴൊന്നും തീരില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, KC നയിക്കുന്ന ഇപ്പോഴത്തെ കേരള ഘടകം, അതായത് KCയുടെ ഏറ്റവും വലിയ വേറൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത്, അദ്ദേഹം വർക്കിംഗ് പ്രസിഡൻ്റായി. ഇവിടുത്തെ തല്ലുകൂടലും പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്തിരുന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇവിടെ കുരു പൊട്ടുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമാണോ? പ്രത്യേകിച്ച് എനിക്കൊന്ന് കണ്ണൂരുകാരനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെയാണെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ നമ്മളിത് നിങ്ങളുടെ ഒരു യങ്സ്റ്ററാണ് നിങ്ങൾ. എങ്ങനെ തോന്നുന്നു, എത്തുമോ, കൊണ്ടെത്തിക്കുമോ KC? ഇതിൻ്റെ അകത്ത് 2 ചോദ്യങ്ങളാണ് താങ്കൾ ഉന്നയിച്ചത്. ഒന്ന്, എന്തുകൊണ്ട് KCയെ തീർച്ചയായിട്ടും ചുമതല സംഘടനാ ചുമതല KC വേണുഗോപാൽ കേരളം മാത്രമല്ല KC വേണുഗോപാൽ വളരെ വ്യക്തമായും സംശയത്തിന് ഒരു അല്പം പോലും ഇടവെക്കാത്ത രീതിയിൽ അദ്ദേഹം എന്ത് പറഞ്ഞു? ഞാൻ മത്സരിക്കുന്നില്ല. അവിടെയും ഒരു കഥ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. കഥകൾ അവർ പലതും ഉണ്ടാക്കും. അതും ചോദിച്ചപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട ഇതാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള അജണ്ട കേരളത്തിൽ സുസ്ഥിരമായ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഭരണം ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനെങ്ങനെയൊക്കെ ഇടംകോലിടാവോ? ഈ മാങ്ങയുള്ള കല്ലല്ലേ ആൾക്കാർ കല്ലെറിയും. തീർച്ചയായിട്ടും. മാങ്ങയുള്ള മാവിലെ കല്ലെറിയും. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഇവര് കായ്ഫലമുള്ള വൃക്ഷത്തിനെ കല്ലെറിയും. അതാണ് ഇവരെ ഭയക്കുന്ന ഒരു കാര്യം. പിന്നെ
KC വേണുഗോപാൽ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ ഇടപെടൽ നടത്തുന്നത്. അല്ല, അദ്ദേഹം ഓൾ ഇന്ത്യ നേതാവാണ്. കർണാടകയിലും ഓൾ ഇന്ത്യ നേതാവാണ്. ഗുജറാത്തിലും എല്ലാ സ്ഥലത്തും AICC-യിലെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. കേരളത്തിലെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇവിടെ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതിന്റെ ഒരു ഈർഷ്യതയാണ് അദ്ദേഹം കാണിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരാം. പ്രതീക്ഷയുണ്ട് തീർച്ചയായും. 100%. നമുക്ക് കാത്തിരിക്കാം. യെസ്.